ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാറ്റ്നയിൽ നിന്ന് തിരിച്ചു. ആക്ച്വലി ഞാൻ വിത്ത് ബ്രേക്ക്ഫാസ്റ്റാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഞങ്ങൾ കഴിക്കാൻ കയറിയപ്പോൾ ഒട്ടും വൃത്തിയൊന്നും തോന്നിയില്ല കേട്ടോ. അതുപോലെ ബൊഫെ ഒന്നുമില്ല. അവർ റൂമിൽ തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മൾ കഴിക്കാൻ നിന്നില്ല, ഇറങ്ങി. 8:30 മണിയായി, കടകളൊന്നും തുറന്നിട്ടില്ല. ഒരു കട കുത്തി തുറന്ന് ചായ ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. ചായ കുടിക്കാൻ ഇറങ്ങിയിരിക്കുക കേട്ടോ. നല്ല കൃഷി, ഗ്രാമമല്ല, കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പുറ സൈഡിൽ ഇതൊക്കെ നിൽപ്പുണ്ട്, കടുക് പാട. തണുപ്പുണ്ട്, ചെറിയ തണുപ്പുണ്ട്. ഇങ്ങനെയാണ് പട്ടി. നല്ല ഏതോ ഇനം പട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ചൂടുവെള്ളം, അത് അതിന് ചൂടുവെള്ളം സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കണേന്ന് തോന്നുന്നു. നല്ല ബ്രീഡാണെന്ന് തോന്നുന്നു. ചൂട് സാധനമേ, പൊള്ളും കാല്. ട്രെയിൻ പോണോക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടാ. ഒരു ഗ്രാമത്തിൻ്റെ നടുക്കൊരു കട, അവിടെ നിന്ന് ട്രെയിൻ, സൂര്യൻ ഉദിച്ചു വരുന്നു. ആഹാ, എന്ത് വ്യൂ. ടൂറൊന്നായി ചായക്ക് പറഞ്ഞിട്ട് ഇപ്പോൾ പകുതി ദൂരം എത്തിയാണ് നമ്മൾ. വേദനയ്ക്ക് പട്ടിയുടെ കൂടെ തന്നെ. നമുക്കൊരു ഷിറ്റ്സൂനെ വാങ്ങിച്ചു കൊടുത്തല്ലോ. ആവില്ല ചേട്ടാ. ആരിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ്? എൻ്റെ കൊച്ചിന് ഇഷ്ടമല്ലേ? അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. ഗ്ലാസ് കൂടെ വേണം ഭയ. കേട്ടില്ല. ഗവർമയുടെ ചമ്മ ഏ ഗ്ലാസ്. എത്ര സമയമെന്നാ അതിനായിട്ട് തിളപ്പിച്ച് ഇഞ്ചി ഇട്ട് തിളപ്പിച്ച് അവരങ്ങനെ ചെയ്യൂ. നമ്മളെപ്പോലെ ഓൾറെഡി ഇട്ടൊന്നും വയ്ക്കൂല. ചായ കുടിച്ചു പോവാൻ നമുക്ക്. വേദ പട്ടിയിലൂടെ തന്നെ കേട്ടാ. കടകളൊന്നും കാണാനില്ല കേട്ടോ. ഇന്നലെ ഏട്ടൻ പഴം വാങ്ങിച്ചോണ്ട് വന്നു. പിന്നെ അത് കഴിക്കാൻ ഇത് ചായ കുടിച്ചാൽ നേരെ ഇരുന്ന് ബ്രെഡും ജാമും കഴിക്കാനുള്ളായിരുന്നു. അത് മറന്നുപോയി. പക്കോട കഴിക്കാൻ തോന്നുന്നു. കാണാൻ നിർത്തി തരണേ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ 10 മണിയൊക്കെ ആയിട്ടോ. ഒരിടത്തും നിർത്തി. ഇവിടെ നിറച്ച് കാറൊക്കെ കിടക്കണോണ്ടാണ് നിർത്തിയത്. വെയിലുണ്ട് എങ്കിലും തണുത്ത കാറ്റാണ്. ഇവിടെ എല്ലാം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കില്ലേ. ചോദിച്ചു നോക്ക് എന്തെങ്കിലും ഉണ്ടാകുന്നു. റൊട്ടി അങ്ങനെ മതിയാ? അല്ലേ? റൊട്ടി, എഗ് സേവ് ടൊമാറ്റോ. तीन ചായ വേണോ? ചായ വേണോ? നിനക്ക് വേണോ? എനിക്കിപ്പോൾ വേണം. തണുക്കണം. ചായ പറ. ചായ 2 ചായ തണുക്കണം. വെയിലത്തിരുന്നപ്പോൾ നല്ല സുഖമുണ്ട്. വെയിലും ഉണ്ട്, തണുപ്പും ഉണ്ട്. അതെ, കാറിൽ എന്തോന്ന് അവിടെ ഒന്നുമില്ല. നീ വേണമെങ്കിരി എന്നാ ഇതിലോട്ടിരി. എന്ത് കഷ്ടം ഇത്, വൃത്തിക്കാരി. കാറിൽ നമ്മൾ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് പുറത്ത് പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര തണുപ്പ്. അതാണ് പ്രശ്നം. അവരൊക്കെ അവിടെ ട്രിപ്പ് പോയിട്ട് കണ്ട ബീഹാർ രജിസ്ട്രേഷൻ വണ്ടിയാണ്. രാവിലെ വന്ന് പല്ലൊക്കെ തേച്ചുകൊണ്ടിരിക്കുന്നു. ചായ ഓർഡർ ചെയ്തു. കൊച്ചു പിള്ളേരല്ലേ, കൊച്ചു കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യണവർക്ക് ചായ കുടിക്കാം. കപ്പ് കൊള്ളാം അല്ലേ? ചായക്കപ്പ്. ഇഞ്ചിയിടാത്ത ചായ. നല്ല കട്ടിപ്പാലില് നല്ല ചായ കുടിച്ചു നോക്കും. കഴിഞ്ഞ നമ്മളെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിലും അങ്ങോട്ടുള്ള യാത്രയിലും ഒക്കെ മധ്യപ്രദേശിലൊക്കെ തണുപ്പായിരുന്നു. മീൻസ് മൂടിക്കെട്ടി നിൽക്കുകയായിരുന്നു, വെയിലേ ഉണ്ടായിരുന്നില്ല. UP വരെയൊക്കെ അങ്ങനെയായിരുന്നു. ഇന്നലെ തിരിച്ച് വന്നപ്പോൾ മുതൽ UP മുതൽ ഉത്തരാഖണ്ഡ് ഇറങ്ങിയതിന് ശേഷം മുതൽ ഇങ്ങനെ ഫോൺ ചെയ്യണം. നമ്മളെ വീട്ടിൽ അത് അത്രയും കേൾക്കും. തിരിച്ചിറങ്ങി വന്നപ്പോൾ മുതൽ ഉത്തരാഖണ്ഡിൽ പോയ ശേഷം മുതൽ വെയിൽ, തണുപ്പും ഉണ്ട്, വെയിലും ഉണ്ട്. അതുപോലെ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. വാരണാസി ഒട്ടും വൃത്തിയില്ല എന്ന് പറഞ്ഞൊരു ഒരാൾ ഇട്ടിരിക്കുന്നു. ഒട്ടും വൃത്തിയില്ലാത്തത് കാണിച്ചിരിക്കുന്നു. സത്യമാണ്, വാരണാസിയിൽ ഒട്ടും വൃത്തിയില്ല. അത് അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിരിക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒന്നുമല്ല കേട്ടോ. നമ്മൾ തന്നെ കോർപ്പറേഷൻ വണ്ടി വന്ന് ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അവിടെ ഉള്ളവർ അല്ലെങ്കിൽ വന്നു പോകുന്നവർ ഈ പാക്ക് അതൊക്കെ വാങ്ങിച്ച് പൊട്ടിച്ച് കവറിടുക, തുപ്പുക, യൂറിൻ പാസ് ചെയ്യുക,
നമ്മളെപ്പോലുള്ള ആൾക്കാർ, ടൂറിസ്റ്റുകളും മറ്റു സ്ഥലത്തുനിന്ന് വരുന്നവരും അവിടെയുള്ള ലോക്കൽസും ഒക്കെയാണ് അവിടെ വൃത്തികേടാക്കുന്നത്. അവിടെ ക്ലീനിങ് പക്കായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളെ കണ്ണിൽ കണ്ട കാര്യം കേട്ടോ. രാവിലെ മുതൽ 2 സൈഡും അവർ ക്ലീൻ ചെയ്ത് പോകുന്നതിന് പിറകെ മറ്റുള്ളവർ വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഗവൺമെന്റിന്റെ കുഴപ്പമില്ല. ഞാൻ ഒരു ഗവൺമെന്റിന്റെ ആളല്ല, ഞാൻ ഒരു പാർട്ടിയുടെ ആളല്ല, ഞാൻ ഒന്നിനും സപ്പോർട്ടല്ല. പക്ഷെ കണ്ട കാര്യം നമ്മൾ പറയണം. അവരുടെ ജോലി ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് അത് നന്നായിട്ട് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ വരുന്നവരല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽസ് ആണ് അവിടെ വൃത്തികേടാക്കുന്നത്. ചവച്ച് തുപ്പിയൊക്കെ അവരങ്ങ് ഇടുകയാണ് കേട്ടോ. യൂറിൻ പാസ് ചെയ്യുന്നവർ നമുക്ക് ആ റോഡ് സൈഡ് അത്രയും വലിയ ആ ഒരു ഇതിൽ ആ ചെറിയ മുടുക്ക് വഴികളിലൊക്കെ പോകുമ്പോൾ അവർ തന്നെയാണ് വൃത്തികേടാക്കുന്നത്. അത് വൃത്തിയില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ അത് ഗവൺമെന്റിന്റെ കുഴപ്പമല്ല, നമ്മളെപ്പോലുള്ള വരുന്നവരുടെയും അവിടുത്തെ ലോക്കൽസിന്റെയും കുഴപ്പമാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റൊട്ടിയും സേവ് ടമാറ്റർ പറഞ്ഞു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മധ്യപ്രദേശ് വഴി പാസ് ചെയ്ത് പോയപ്പോൾ ഈ സേവ് ടമാറ്റർ ഓർഡർ ചെയ്തായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്താന്ന് വെച്ചാൽ സേവില്ലേ, പൊരിയില്ലേ, പൊരിയും ടൊമാറ്റോയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കറിയാണ്. കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. എല്ലാത്തിനും ഒരേ ടേസ്റ്റ് ഉണ്ട് അമ്മമാരാ. പ്ലേറ്റ് തീൻ അവരെന്താണ് ചെയ്യണമെന്ന് അറിയോ? കറി ഇതിലോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ എടുത്ത് മുക്കി കഴിക്കുക. അതാണ് ഇങ്ങനെ ചെറുത് കൊണ്ട് തന്നത്. ആ പൊരിയും ടൊമാറ്റോയും കൂടെ മിക്സ് ചെയ്ത കറിയാണ്. കാണാൻ ലുക്കില്ല എങ്കിലും ടേസ്റ്റ് കുഴപ്പമില്ല. എല്ലാത്തിനും പിന്നെ ഒരേ ടേസ്റ്റാണ്. എണ്ണയുടെ പ്രശ്നമാണോ മസാലയുടെ പ്രശ്നമാണോ എന്നല്ല, ഒരു ഉലുവ ഇലയും കണ്ടിടുമെന്ന് തോന്നുന്നു കേട്ടോ. അത് ഉലുവയുടെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല. കുഴപ്പമില്ല. നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി എണീറ്റ് ഇവിടെ നമ്മൾ എന്ത് കഴിക്കാനുണ്ടെന്ന് ആരോട് ആദ്യം ചോദിച്ചാലും ആദ്യം കറികളെ പേര് പറയും. പനീർ മഷ്റൂം സബ്ജി ഗിബ്ജി എന്നൊക്കെ പറയും. എന്നിട്ട് കാരണം റൊട്ടി എല്ലായിടത്തും അവൈലബിൾ ആണ്, കറിയാണ് അവരുടെ മെയിൻ പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മളെ സേവ് ടമാറ്റർ ഇതായിരിക്കണം. കുഴപ്പമില്ലായിരുന്നു. റൊട്ടി അത്ര പോരാ. മറ്റേ റൊട്ടി മാത്രം കഴിച്ചാൽ മതിയേ, കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇനി അടുത്ത് ലഞ്ച് കാണുന്നിടത്ത് നിർത്താം. ഉറങ്ങണം. വണ്ടി കയറിയാൽ ഉറക്കം മസ്റ്റാണ്. അത് ഉറങ്ങിപ്പോകും കേട്ടോ. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരും, പിന്നെ അങ്ങ് ഉറങ്ങിപ്പോകും. പക്ഷെ എൻ്റെ അമ്മയെ വെയിലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വെയിൽ കേട്ടോ. ഭയങ്കര ചൂടുമുണ്ട്. അപ്പം നമ്മൾ ഈ വേനൽ സമയത്തൊക്കെ ഇങ്ങോട്ട് വന്നാലുള്ള ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. വിൻ്റർ സീസണിൽ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങനെ വെയിലല്ലേ ഇരുന്നിട്ട്, ഇതെന്താണ് ഇങ്ങനെയെന്ന് അറിയില്ല. 2 ദിവസം കൊണ്ട് ഭയങ്കര വെയിൽ. പക്ഷെ ഇതിപ്പോൾ നമ്മൾ മധ്യപ്രദേശിലാണുള്ളത്. കട്ട വെയിൽ, തണുപ്പ്. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല പുറത്ത്. പക്ഷെ പുറത്തുനിന്ന് വരുന്ന സൂര്യൻ്റെ ചൂട് ദേഹത്തടിക്കുമ്പോൾ നല്ല രീതിയിൽ വെയിൽ പൊള്ളുന്നുണ്ട് കേട്ടോ. അത്ര നല്ല, കണ്ണ് പോലും തുറക്കാൻ പറ്റാത്ത വെയിൽ. ലോറി ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടോ? ഇങ്ങനെ പോണ വഴിക്ക് 100 ലോറികൾ ഇങ്ങനെ കിടക്കുന്ന കാണാൻ കേട്ടോ. ഉറങ്ങിപ്പോകുന്നത് എന്താണ്. വെയിലെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇന്നത്തിരുന്ന് പൊള്ളണം കേട്ടോ. വെയിലിൻ്റെ ചൂടടിച്ചിട്ട് നമ്മൾ മറ്റേ ഘാട്ട് കയറി തുടങ്ങി. ഇനി ഇറങ്ങും, ഘാട്ട് കയറി ഇറങ്ങും. ഒരു കയറ്റവും വളവും ഒക്കെ ഉള്ള സ്ഥലമില്ല. അതാണ് ഇത്. വെയിലെന്ന് പറഞ്ഞാൽ സൂപ്പർ വെയിൽ. ഇവിടെ നമ്മൾ മധ്യപ്രദേശാണ്. മധ്യപ്രദേശിൽ കയറി മിഡ്വേ ട്രീറ്റ് എന്ന് പറയുന്ന കടകളാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ അവിടെ കയറിയിട്ടുണ്ട്. ഞാൻ ചോറും ചമ്മന്തിപ്പൊടിയൊക്കെ വെച്ച് കഴിക്കാമെന്നാണ് കരുതിയവർ. എനിക്ക് തോന്നുന്നില്ല ഔട്ട് സൈഡ് ഫുഡ് അലൗഡ് ആണെന്ന്. ഇവിടെ എന്തുണ്ടെന്ന് നോക്കാം. പക്ഷെ കണ്ടിട്ട് വലിയ ഒരു റെസ്റ്റോറൻറ്റ് കണ്ട സന്തോഷത്തിലാണ് നമ്മൾ. എന്തോന്ന് വായം തുറന്നിരിക്കണ നോക്ക്. അവിടെ കയറാൻ പറ്റില്ല, സമയമില്ല. ഞങ്ങൾക്ക് നൂഡിൽസ് മതി. ഒരെണ്ണം വാങ്ങിച്ചാൽ പോരെ? എന്നിട്ട് വേണമെങ്കിൽ ഏട്ടനാ കറിയൊന്നും വേണ്ടേ? സെഷ്വാൻ ഉണ്ട്, മഞ്ചൂരിയൻ ഫ്രൈഡ് റൈസ് ഉണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ റബഡി ഗുലാബ് ജാമുൻ എന്ന് പറഞ്ഞ സാധനം പറഞ്ഞു. അത് ഒരു പ്ലേറ്റ് തരാൻ പറഞ്ഞു. നല്ല തിരക്കുള്ള കട കേട്ടോ. കൊള്ളാമോ? സാധാ ഗുലാബ് ജാമുൻ റബഡി, സോഫ്റ്റ് ഗുലാബ് ജാമുൻ. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. സ്വീറ്റ്സ് പൊതുവേ എനിക്കിഷ്ടമാണ്. തണുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. ഇവിടെ ആരുമില്ല. ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പുറത്ത് നല്ല വെയിലായതുകൊണ്ട് ജാക്കറ്റെല്ലാം ഊരിയിട്ടിട്ട് കയറി. ഇപ്പോൾ ചെറുതായിട്ട് തണുക്കണം. കുറേ ദിവസത്തിന് ശേഷം നൂഡിൽസ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇന്നലെയൊക്കെ കഴിച്ചാൽ മാഗി കഴിച്ച് എന്തോ ഇപ്പോൾ മതിയായി. റൊട്ടിയും
കറിയും തിന്നു മതി. റൊട്ടി കുഴപ്പമില്ല, കറി പറ്റുന്നില്ല. അതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ സത്യം പറയുന്നത് ചോറും ചമ്മന്തിപ്പൊടിയൊക്കെ വാങ്ങിച്ച് കഴിക്കാമെന്ന് കരുതിയിരുന്നു. ഫുഡ് ഓർഡർ ചെയ്തിട്ട് 10 മിനിറ്റ് എന്നിട്ട് ഫുഡ് കിട്ടി. കളിയാക്കണോ? ഫ്രൈഡ് റൈസ് എന്താ ഈ കളറിലിരിക്കുന്ന? നോക്കട്ടെ, കൊള്ളാമോന്ന്. കുഴവഴയൊന്നുമല്ല, പക്ഷെ ഫ്രൈഡ് റൈസ് ആക്ച്വലി വൈറ്റ് കളറിലല്ലേ ഇരിക്കുള്ളത്. എന്താ ഇങ്ങനെ? ആട്ടം ഫ്രൈഡ് റൈസ് കേട്ടോ വാങ്ങിയ. ഞാനും വേദ നൂഡിൽസ്. നിങ്ങൾ കണ്ടേടി? കൊള്ളാം. അമ്മരെന്തോ എണ്ണയുടെ ടേസ്റ്റ്. ഉപ്പ് കൂടുതൽ, ടൊമാറ്റോ സോസ് എന്തോ കൂടുതൽ. ഇത് ആക്ച്വലി ഒരു ടൊമാറ്റോ റൈസിൻ്റെ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നൂഡിൽസ് ഇപ്പോൾ കൊണ്ടുവരും. ഇത് ശരിക്കും ഫ്രൈഡ് റൈസ് അല്ല. അത് കുഴപ്പമില്ല. ഇല്ല, നമുക്ക് കളയട്ടെ. ആ ചൂടില്ലല്ലോ, അതെന്താ അറിയില്ല അല്ലേ. ഹക്ക നൂഡിൽസ് അല്ലേ? സ്പൈസി കുറച്ച് ഇടാൻ പറഞ്ഞു. നൂഡിൽസ് അല്ല, റൈസ് നല്ല ക്വാണ്ടിറ്റി. ആരോ കമൻറ്റ് ഇട്ടിരുന്നു ഇങ്ങനെ വേണം നൂഡിൽസ് കഴിക്കാനെന്ന്. നമുക്കറിയാം ഇങ്ങനെ വേണം കഴിക്കാനെന്ന്. എപ്പോഴും കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നത്. ഓക്കെ. അയ്യോ, പുളി കുഴപ്പമില്ല. ഫ്രൈഡ് റൈസും അത് തന്നെ അവസ്ഥ. എനിക്ക് തോന്നുന്നു സോയാ സോസ് എന്തോ കൂടുതലാണ്. ആവശ്യമുള്ളത് മാത്രം കഴിച്ചു. അതേട്ടാ വേണ്ടേ കഴിക്കണ്ട. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ധാബയിൽ കയറാം, ചോറ് വാങ്ങിക്കാം, നമ്മളെ കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. തമ്മിൽ ഭേദം തൊമ്മനെന്ന് പറയും പോലെ ധാബ തന്നെ കേട്ടോ എപ്പോഴും നല്ലത്. നമ്മളൊന്നും കഴിച്ചില്ല, ഇത് അവിടെ അതുപോലെ ഇരിപ്പുണ്ട്. ഇനി വേറെയൊക്കെ സ്നാക്സ് വാങ്ങാൻ കയറാം. ഇവിടെ ബാഗ്, മിക്സ്ചറൊന്നും വേണ്ട. എല്ലാവരും സ്നാക്സൊക്കെയാണ് വാങ്ങിച്ച് കഴിക്കുന്നത് കേട്ടോ. അതുപോലെ വാങ്ങിച്ച് കഴിച്ചാൽ കൊടുത്തിട്ട് വാ. എന്തായാലും നമുക്ക് നൂഡിൽസ് കഴിച്ചില്ലെങ്കിൽ എന്ത് വേണ്ട, കൈ നിറച്ച സാധനമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. എന്തോന്നു ചുമ്മാ എന്തായാലും ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെരുപ്പ്, ബാഗ്, സാധനങ്ങളെല്ലാം ഉണ്ട്. ഫുഡ് മാത്രം കൊള്ളൂല. എന്നോട് ഇവിടെയുള്ളവർക്ക് ഇഷ്ടപ്പെടും, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ പെഞ്ച് ടൈഗർ റിസർവിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ കയറാൻ വന്നില്ല. ഏട്ടൻ പറയും വേണം കയറാമെന്ന് പറഞ്ഞു, പക്ഷെ കയറുന്നില്ല. ഇവിടെ നിറയെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ചായ കുടിക്കാം, ഇവിടെ ഒന്ന് ഇറങ്ങി പരിസരമൊക്കെ കാണാമെന്ന് കരുതി. എനിക്കൊരു പക്കോട കഴിക്കാൻ കൊതി. സത്യം പറഞ്ഞാൽ എനിക്ക് സമോസ കഴിക്കാൻ കൊതിയുണ്ട് കേട്ടോ. പക്ഷെ സമോസയുടെ ഉള്ളിൽ പൊട്ടറ്റോ ആയിരിക്കൂലേ, അതുകൊണ്ട് വേണ്ട. അണിയൻ പക്കോട ഉണ്ടെങ്കിൽ അവരുടെ അണിയൻ പക്കോട നല്ല. പിന്നെ അവിടെ ബോൾ പോലെ എന്തോ ഒരു പക്കോട കണ്ട ആ സാധനം വാങ്ങിക്കായിരുന്നു. എന്തോ ചോദിച്ചു നോക്കാം. എന്തോന്ന് ക്യാ പക്കോളി ദാൽ. ഓ, പരിപ്പോട പോലത്തെ, അത് വേണ്ട. അണിയൻ പക്കോട ഇല്ല കേട്ടോ ഇവിടെ. എല്ലാവരും അത് തന്നെ വാങ്ങിച്ച് കഴിക്കുന്നത്. അതൊരു പ്ലേറ്റ് വാങ്ങിക്കായിരുന്നു അല്ലേ? എല്ലാവരും ഓണിയൻ പക്കോട ഇല്ല. ചൂട് എണ്ണ വീഴരുത്. അതൊരു പ്ലേറ്റ് വാങ്ങിക്കാം. അതുകൊണ്ട് പരിപ്പ് അരച്ച് വെച്ചേക്കുന്ന പരിപ്പോട പോലത്തെ സാധനം. ഓ, ഡാൽ പരിപ്പോട തന്നെ നമ്മളാ. ചായ एक प्लेट दाल. ഞാൻ ഓണിയൻ പക്കോട കഴിക്കാൻ ഇറങ്ങിയാണ്, ഇവിടെ ഇല്ല. ആ വേണോന്ന് പറയട്ടാ. ആ നിക്ക് ഇനി എന്ത് കൊണ്ടോ. ഇത് മുളകിൻ്റെ ആണേ, മുളക് ചമ്മന്തി. ഒരു മിർച്ചി അല്ലാതെ തന്നിട്ടുണ്ട്.
ആ ഉലുവയല്ല എങ്ങാണ്ട് ഇട്ടേക്കണം, പക്ഷെ കൊള്ളാം. നമ്മളെ പരിപ്പോടെ പോലെയല്ല. കൊള്ളാം, മുളക് ബജി പോലെ. കൊള്ളാം. അതമ്മരെ വെള്ളമൊക്കെയാണ്, വിശ്വസിച്ച് ഒരുപാട് കഴിക്കണ്ട. ഒരെണ്ണം 10 രൂപ. ഒരെണ്ണം 1 രൂപ. എത്ര ദിവസം ഇരിക്കുമെന്ന് വെച്ചാണ്? 50 എണ്ണം. മറ്റേ കാ കേട്ടോ, ഇവിടെ വാട്ടർ ചെസ്റ്റ്നട്ട്, അത് വേവിച്ചതാണ്. ये क्या है? ये कटा है. कट नहीं. हाँ. മുറിച്ച് വെച്ചാൽ വേണ്ട. അവിടെ ചെല്ലുമ്പോൾ ഇതിന് എങ്ങനെ ഇരിക്കണം എന്ന് അറിഞ്ഞൂടാ. ഇതിന് അങ്ങോട്ട് പോയാൽ കിട്ടത്തുമില്ല. തമിഴ്നാട്ടിലൊക്കെ ചില സ്ഥലങ്ങളിലുണ്ട് കേട്ടോ, പക്ഷേ വെള്ളം വണ്ടി ചെന്നിട്ട് കുടിക്കാൻ നമുക്ക്. ഓക്കെ, എരിയണമെന്ന്. നമ്മളിപ്പോൾ മഹാരാഷ്ട്ര നാഗ്പൂരിലാണുള്ളത്. ഇവിടെ തണുപ്പൊന്നുമില്ല, ഭയങ്കര വെയിലായിരുന്നു. ഇപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ജാക്കറ്റൊന്നും ഇടാണ്ട് ഇറങ്ങിക്കോ നിൽക്കുന്നത്. ഇവിടെ ഒരു ഹോട്ടൽ റൂം എടുത്തു. ഞങ്ങൾ 6 മണിയായപ്പോഴേ ചെക്ക് ഇൻ ആയി കേട്ടോ. ഇനി പുറത്തോട്ടൊക്കെ ഇറങ്ങി വലിയ സിറ്റി, വലിയ മെട്രോ, ഇത് മെട്രോയാണ്, ഒരു മെട്രോ സിറ്റി. അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊന്ന് ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയിട്ട് വരാം എന്ന് കരുതി നമ്മളിങ്ങനെ ഇറങ്ങി. വേറെ പിസ്സ സെൻറ്റർ, ഡോമിനോസ് ഒക്കെ നോക്കി വന്ന് കണ്ടില്ല. ഗൂഗിൾ മാപ്പ് അടിച്ചു നോക്കി, 2 കിലോമീറ്റർ അപ്പുറവും ഇപ്പുറവും ഉണ്ട്, പക്ഷെ പോകുന്നില്ല. അങ്ങോട്ട് നടന്നാൽ 2 കിലോമീറ്റർ, ഇങ്ങോട്ട് നടന്നാൽ 1 കിലോമീറ്റർ. അപ്പോൾ ഇങ്ങോട്ട് നടക്കാൻ നേരി നമ്മൾ അതുവഴിയാണ് വന്നത്. വന്നപ്പോൾ കുറച്ച് അപ്പുറമായിരുന്നു ജംഗ്ഷൻ, അപ്പോൾ അതുകൊണ്ട് ഇത് അടുത്തായിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് നടക്കുകയാണ്. വലിയ സിറ്റി കേട്ടോ. ഈ മെട്രോ തന്നെ എത്ര ദൂരം ഉണ്ടെന്നറിയോ? കുറേ സ്ഥലത്ത് പണി നടക്കുന്നു ഇതിൻ്റെ ബാക്കി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും വലിയൊരു സിറ്റിയാണെന്ന് പ്രതീക്ഷിച്ചില്ല നാഗ്പൂർ. ഇത് മെട്രോ സ്റ്റേഷനാട്ടോ. അഗ്രസൻ ചൗക്ക് സ്ക്വയർ, അഗ്രസൻ സ്ക്വയർ. ഇവിടെ 90 രൂപ ഡീസലായിരിക്കും അല്ലേ? 104 രൂപ. ഇവിടെ പെട്രോളിന് വില 104 രൂപ കേട്ടോ. ഇവിടെ ജംഗ്ഷൻ. എനിക്കിനി നടക്കാനൊന്നും വയ്യ. മെട്രോ കയറണ, നമ്മളവിടെ മെട്രോ ഇല്ലാത്തണ്ടേ മെട്രോ കാണുമ്പോൾ ഒരു ആക്രാന്തം തോന്നും. ഇനിയിപ്പോൾ വരുമല്ലോ നമ്മുടെ നാട്ടിലെ മെട്രോ. എല്ലായിടത്തും വന്നിങ്ങനെ ഒന്ന് സിറ്റി കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് വലിയ സിറ്റി ആണെങ്കിലും കുറച്ച് ദൂരം എന്തോ നടക്കണം മെയിൻ സിറ്റിയിലേക്ക്. കടകളൊന്നും കണ്ടില്ല, കുറച്ച് ദൂരം നടന്നു, പിന്നെ കാല് വയ്യ. തിരിച്ചങ്ങോട്ട് നടക്കുകയായിരുന്നു. റൂമിൽ പോയി ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. വേറെ ഡോമിനോസ് നോക്കി വന്നതാണ്. ഡോമിനോസ് ഒക്കെ ഉണ്ട്, കുറച്ചുകൂടെ ദൂരം കാണിക്കണം. അതുകൊണ്ട് പിന്നെ ഡ്രെയിനേജ് ആണെന്ന് തോന്നുന്നു. ഡ്രെയിനേജ്. ഇപ്പം ഏട്ടൻ വണ്ടി ഇടിച്ചാണ്. സിഗ്നൽ കിടക്കുമ്പോൾ കയറി വരുന്നത് എന്തിന്? സിഗ്നൽ കിടന്നപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ പോകണം. അവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട്. എത്ര ദിവസമായി നമ്മളൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട്. അങ്ങനെ ഐസ്ക്രീം കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇപ്പുറത്ത് ക്രോസ് ചെയ്ത ബഹളമാണ്. ഏട്ടാ സിഗ്നൽ ഉണ്ടെന്നപ്പോൾ ക്രോസ് ചെയ്തു. ഭയങ്കര സ്പീഡിലായിരുന്നു വണ്ടികളൊക്കെ വന്നുകൊണ്ടിരുന്നത്. ബൈ 2 get 1 ഫ്രീ. നമ്മൾ അമൂൽ പോലെയൊക്കെ ഉള്ളൊരു ഐസ്ക്രീം ഷോപ്പാണ്. കൊള്ളാമല്ലോ. അല്ലേ നമ്മുടെ ബാസ്കിൻ റോബിൻസ് ഒക്കെ പോലെ കേട്ടോ. നമ്മൾ ഏത് പറഞ്ഞത്? ഡാർക്ക് ചോക്ലേറ്റ്. രസമായിരുന്നു ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട്. ഇവിടെ ഇപ്പോൾ ചൂടുള്ളതുകൊണ്ട് കൊള്ളാം. നല്ല ഒരു കോട്ടൊക്കെ ഇട്ടാണ് നിൽക്കണല്ലേ. വേദയുടെ ഐസ്ക്രീം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. കാജു ടേസ്റ്റ്, കാജു
ആ കാജു ഇതല്ലേ കാഷ്യൂ. അതുകൊണ്ട് ഇത് കൊള്ളാം, നല്ല നല്ല ഐസ്ക്രീം. വേദയുടേതും കൊള്ളാം. അതിട്ട് വില കൂടുതലാണെന്ന് തോന്നുന്നു. ഇതെല്ലാം വില കൂടുതലാണെന്ന് തോന്നുന്നു. വേദയുടേത് റെഗുലർ 110, 111 വേദയുടേത്. എൻ്റെ 85 ഉള്ളൂ. കോണൂടെ വരുമ്പോൾ റേറ്റ് മാറില്ലേ. ബൈ 2 get 1 എന്ന് എൻ്റെ കഷ്ടത്തിന് ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വായിച്ചുകൊണ്ടാണ് കയറിയത്. വാങ്ങിച്ചപ്പോൾ ചോദിച്ചില്ല, മറന്നുപോയി. ബില്ല് സമയം അവർ ഇങ്ങോട്ട് ചോദിച്ച് ബൈ 2 get 1 ഫ്രീ ആണെന്ന്. അപ്പോൾ വേണമെന്നും പറഞ്ഞു. എന്നിട്ട് ഏട്ടൻ പൈസ അടച്ചു. പൈസ അടച്ചപ്പോൾ പറഞ്ഞു പൈസ അടയ്ക്കും മുമ്പേ വാങ്ങിക്കണമായിരുന്നു. അത് ക്യാൻസലായി. പക്ഷെ ഇത് കൊള്ളാം ഐസ്ക്രീം. സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടടി. നമ്മൾ തിരിച്ച് റെസ്റ്റോറൻറ്റിൽ തന്നെ വന്നേ ഫുഡ് കഴിക്കാനായിട്ട്. വെജ് 65, എഗ് ക്രിസ്പി വെജ് അല്ല എഗ് ക്രിസ്പി കോൺ, എഗ് സ്വീറ്റ് കോൺ സൂപ്പ് 1/2. 2 റൊട്ടി എത്ര എണ്ണം പറയട്ടെ? 2 റൊട്ടി തവാ റൊട്ടിയാണ്. 2 തവാ റൊട്ടി. സ്വീറ്റ് കോൺ സൂപ്പ് നമുക്ക് വേണമെങ്കിൽ കൂടി. സാറ് ഒന്നും കുടിക്കില്ല. ക്യാരറ്റ് ആണ്ടി. മതിയോ? ഇതിൽ കോൺ കട്ടിയായിട്ട് കിടക്കണം. കോൺഫ്ലോർ കലക്കിയത് കണ്ട അലുവ കണക്ക് കിടക്കണം. ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. കൊള്ളാം. മറ്റേ വിനീഗർ സോസ് ടേസ്റ്റ് കൂട്ടും. ക്രിസ്പി പനീർ. ആ കോൺസ് എനിക്കൊന്നുള്ളത് ഗോബി മഞ്ചൂരിയൻ്റെ ടേസ്റ്റ് ആയിരിക്കും മിക്കവാറും. കോണ് ലുക്കും പ്രസൻറ്റേഷനൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരു ഗോബി മഞ്ചൂരിയൻ ആയിരുന്നു. പക്ഷേ അല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വെളുത്തുള്ളിയൊക്കെ നിറയെ കിടപ്പുണ്ട്. വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ഏട്ടൻ ഇതുപോലെ എന്തോ ഒരു സാധനവും വെജ് 65 റൊട്ടി എന്താ കൊണ്ടുവന്നു. വെജ് 65 ആ ചൂട്. ഇത് മറ്റേ ഗോബി മഞ്ചൂരിയൻ പോലെ എന്തോണം കേട്ടോ. ചൂടൊന്നും കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോണ് മാത്രമേ വാങ്ങിക്കുള്ളായിരുന്നു. ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ ഒട്ടും ഉണ്ടാവില്ല. അതാ 2 എണ്ണം വാങ്ങിയാൽ. കൊള്ളാം കേട്ടോ. കോണും കൊള്ളാം, വെജിറ്റബിളും കൊള്ളാം. കോൺ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയുകയാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. നാളെ നമ്മൾ ഹൈദരാബാദ് അല്ലെങ്കിൽ ആയിരിക്കും സ്റ്റേ. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.